എർദോഗൻ രംഗത്ത് വരുന്നു. എന്നിട്ട് ഇന്ത്യയെ കുറ്റം പറയുന്നു, സൗദിയെ കുറ്റം പറയുന്നു, യൂറോപ്പിനെ കുറ്റം പറയുന്നു. എന്നിട്ട് പറയുന്നു നിങ്ങളുടെ സഹായമൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഏഷ്യ യൂറോപ്പുമായി കണക്ട് ചെയ്യുന്ന പുതിയ കോറിഡോർ ഉണ്ടാക്കാൻ പറ്റും, സാമ്പത്തിക ഇടനാഴി ഉണ്ടാക്കും, ഞങ്ങൾ വലിയ ബന്ധം ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നു. നമ്മളൊന്നും അതിനെ മൈൻഡ് ചെയ്തില്ല. അപ്പോൾ ഇന്ത്യ പതുക്കെ തുർക്കിക്ക് പണി കൊടുക്കുന്നു. ഒപ്പം സൗദി അറേബ്യ പാകിസ്ഥാൻ്റെ അടുത്ത് പറയുന്നു ഇനി മേലാൽ തുർക്കിയുമായിട്ട് വലിയ സൗഹൃദമൊന്നും വേണ്ട, അവരെന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ അത് തീവ്രവാദത്തെ വളർത്താനാണ്, നിങ്ങൾ സൂക്ഷിച്ചും കണ്ടു നിൽക്കണമെന്ന് പറയുന്നു. അപ്പോൾ ഇന്ത്യ ഇതിൻ്റെ ഇടയ്ക്ക് ഈ പറയുന്ന പാകിസ്ഥാൻ തുർക്കി നീക്കത്തിനെതിരെ തകർക്കാൻ വേണ്ടിയിട്ട് പശ്ചിമേഷ്യയിലെ റിപ്പബ്ലിക് ഓഫ് സൈപ്രസ് എന്ന് പറയുന്ന രാജ്യങ്ങൾ, അതുപോലെ അർമേനിയ തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് വലിയ കൂട്ടുണ്ടാക്കും, സൗദി UAE പോലെയുള്ള അറബ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം ദൃഢമാക്കുന്നു, യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം ശക്തമാക്കുന്നു. അപ്പോൾ തുർക്കി ഏതാണ്ട് ഒറ്റപ്പെട്ടു. അപ്പോൾ സാമ്പത്തികമായി നമ്മൾ തകർക്കുന്നതിന് പുറമെ പശ്ചിമേഷ്യയിലെ സൗദിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് കൃത്യമായി അടി കൊടുക്കുന്നു. ഇത് തുർക്കിക്ക് താങ്ങാൻ കഴിയുന്നില്ല, അവർ പ്രതീക്ഷിച്ചതുമല്ല. കാരണം എല്ലാ കാലത്തും തുർക്കിയുടെ ശത്രുവാണ് സൗദി. ആ സൗദി ഇന്ത്യയുടെ കൂടെ നിൽക്കുന്നു, ഇന്ത്യക്ക് വേണ്ടി പാകിസ്ഥാനെ തള്ളി പറയുന്നു, കൂടുതൽ കളിച്ചാൽ നിങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം ഞങ്ങളങ്ങ് നിർത്തുന്നു. അങ്ങനെ സംഭവിച്ചാൽ പാകിസ്ഥാന് പിന്നെ ഒരടി പോലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം പാകിസ്ഥാൻ്റെ ജീവിതാവസ്ഥ അതുകൊണ്ടാണ്, ഗതികേട് കൊണ്ട് സൗദി അറേബ്യ അനുസരിക്കേണ്ടി വരും. അപ്പം സൗദി ഇങ്ങോട്ട് പാടാന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഇങ്ങോട്ട് വരണം, അങ്ങോട്ട് പോടാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകണം. ഈ തുർക്കിയുമായിട്ട് മിണ്ടരുതെന്ന് പറഞ്ഞാൽ തുർക്കിയുമായിട്ട് മിണ്ടില്ല. അപ്പോൾ തുർക്കിയെ വരെ തള്ളിക്കളയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പാകിസ്ഥാൻ എത്തുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.